ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇതൊരു സിമ്പിൾ ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു ചെറിയ ചാപ്റ്ററുമാണ്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ഈ ചാപ്റ്ററിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ്. അതിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ റിലേഷൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം +1 ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മൾ റിലേഷൻസ് പഠിച്ചതാണ്, സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അവിടെ പഠിച്ച ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ വർഷത്തെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പൊ എന്താണ് ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ? എ റിലേഷൻ ആർ, റിലേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്നാണ്. ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി is a subset of A cross B if AB, ordered pair AB, element of relation R, then we say that A is related to B and write A capital R B. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഒരു റിലേഷൻ R എന്നൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്ക്? A എന്ന ഒരു സെറ്റിൽ നിന്നും ബി എന്ന മറ്റൊരു സെറ്റിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന നോൺ എംപ്റ്റി സെറ്റിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എലമെന്റ്സ് എല്ലാം ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എ ക്രോസ് ബിയുടെ. കഴിഞ്ഞ വർഷം എ ക്രോസ് ബി ഒക്കെ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ എഴുതുന്ന എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് ആയിരിക്കും ഈ പറയുന്ന റിലേഷനകത്തുള്ള ഓരോ എലമെന്റും. ഇനി എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ, അത് ഈ പറയുന്ന റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ എങ്കിൽ നമുക്ക് പറയാം എ ഈസ് റിലേറ്റഡ് ടു ബി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ ക്യാപിറ്റൽ ആർ ബി, എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം പഠിച്ച റിലേഷൻസിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെയാണ് എ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 and another set b is equal to 1 4 5. both are non empty sets. അല്ലേ? ഇതിലെ എലിമെന്റ്സ് ഉണ്ട്. നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. എ സെറ്റ് എ, സെറ്റ് ബി. ഇനി എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ പറയുകയാണ്. റിലേഷൻ r is equal to set of r xy such that x less than y. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ പറയുന്നുണ്ട്. ഈ റിലേഷൻ അനുസരിച്ച് നമുക്ക് റിലേഷന്റെ എലിമെന്റ്സ് നമുക്ക് എഴുതണം. നോക്കാം. r എന്ന റിലേഷൻ ഞാൻ എഴുതാൻ പോവാണ്. r is equal to set of r xy. ഇപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ എലിമെന്റ് ഫ്രം ദ ഫസ്റ്റ് സെറ്റ് എയിൽ നിന്ന്, അല്ലെ? രണ്ടാമത്തെ എലിമെന്റ് ഫ്രം ദ സെക്കൻഡ് സെറ്റ്. അപ്പോൾ റിലേഷനിലെ ഓരോ xyയിലും x എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലുള്ളതും y എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലുള്ളതുമാണ്, അല്ലെ? a ക്രോസ് b നമുക്ക് എഴുതാം. a ക്രോസ് b ആവുമ്പോൾ ആദ്യത്തെ എലിമെന്റ് 1 1, അല്ലെ? 1 1, ഇവിടുത്തെ 1 ഇവിടുത്തെ 1, അടുത്ത 1 4 1 4, അടുത്ത 1 5 1 5, അടുത്ത എലിമെന്റ് 2 2 1 2 4 2 5, അല്ലെ? 2 1 2 4 2 5. അടുത്ത ഇനി 3 ആണ്. 3 1 3 4 3 5 3 1 3 4 3 5. ഓക്കെ, അടുത്ത 4 ആണ്. 4 1 4 4 4 5 4 1 4 4 4 5. അടുത്ത ഇനി 5 5 1 5 4 5 5 5 1 5 4 5 5. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ റിലേഷൻ എഴുതാം. റിലേഷന്റെ പ്രത്യേകത ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനേക്കാൾ ചെറുതായിരിക്കണം. ഇതിൽ നോക്കാം. 1 1 രണ്ടും ഈക്വൽ ആണ്, എഴുതാൻ പറ്റില്ല. 1 4 ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തേതിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇത് എഴുതാം 1 4. ഇവിടെയും ആദ്യത്തെ ചെറുതാണ്. ഇവിടെ എഴുതാൻ പറ്റുമോ? ആദ്യത്തെ എലമെന്റ് ആണ് വരുന്നത്, എഴുതാൻ പറ്റില്ല. ഇവിടെ ആദ്യത്തെ എലമെന്റ് ചെറുതാണ്, ഇവിടെയും ആദ്യത്തെ എലമെന്റ് ചെറുതാണ്, അല്ലെ? ഇവിടെ ആദ്യത്തെ എലമെന്റ് വലുതാണ്, എഴുതാൻ പറ്റില്ല. ഇവിടെയും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ആദ്യത്തെ എലമെന്റ് ചെറുതാണ്, ഇവിടെ ആദ്യത്തെ എലമെന്റ് ആണ് വലുത്. ഇവിടെ രണ്ട് വീക്കലാണ്, എഴുതാൻ പറ്റില്ല. ഇവിടെ ആദ്യത്തെ എലമെന്റ് ആണ് ചെറുത്, ഇവിടെ ആദ്യത്തെ എലമെന്റ് വലുതാണ്, എഴുതാൻ പറ്റില്ല. ഇവിടെയും ആദ്യത്തെ എലമെന്റ് വലുതാണ്, ഇവിടെ
ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ടിക്ക് ഇട്ട എലമെന്റ്സ് മാത്രമേ നമ്മുടെ ഇതിൽ വരുള്ളൂ. അതായത് ആദ്യത്തെ എലമെന്റ് ചെറുതായിട്ടുള്ളത് ആരൊക്കെയാണ്? 1 4, അടുത്തത് 1 5, അടുത്തത് 2 4, അടുത്തത് 2 5, അടുത്തത് 3 4, അടുത്തത് 3 5, അടുത്തത് 4 5 4 5. ഏതെങ്കിലും എലമെന്റ് വിട്ടുപോയിട്ടുണ്ടോ? 1 2 3 4 5 6 7 1 2 3 4 5 6 7 എല്ലാ എലമെന്റ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റിലേഷൻ. ഫ്രം ദ സെറ്റ് ക്യാപിറ്റൽ A to capital B defined R is equal to set of all xy such that x element of phi first element second elementനേക്കാൾ ചെറുതാകണം. നമ്മൾ ആദ്യം A cross B എഴുതി. A cross B യിലെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാം നമ്മുടെ റിലേഷനിൽ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതിനകത്തുള്ള ഓരോ എലമെന്റും നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു, ഓർമ്മയുണ്ടോ? ആദ്യം എഴുതിയ ഓരോ എലമെന്റ്, ഇപ്പൊ എ ബി എന്നൊരു എലമെന്റ് എഴുതിയാൽ അതിലെ എ റിലേറ്റഡ് ടു ബി നമ്മൾ എഴുതും എ ക്യാപിറ്റൽ ആർ ബി അല്ലെ. ഇവിടുത്തെ 1 റിലേറ്റഡ് ടു 4, 1 റിലേറ്റഡ് ടു 5, 2 റിലേറ്റഡ് ടു 4, 2 റിലേറ്റഡ് ടു 5, അങ്ങനെ ഓരോ എലമെന്റും. അപ്പൊ ഇതാണ് റിലേഷൻ എന്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. നമ്മൾ റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ റിലേഷൻ എംപ്റ്റി റിലേഷൻ ആണ്. അതായത് a relation R in a set A is called empty relation if no element of A is related to any element of A. അതായത് A എന്ന സെറ്റിൽ നിന്ന് A എന്ന സെറ്റിലേക്ക് നോക്കുമ്പോൾ ഇതിലെ ഒരു എലമെന്റിനും എയിലെ ഒരു എലമെന്റിനും എയോട് തന്നെ റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എംപ്റ്റി റിലേഷൻ ആണ്. അത് there exists no such relation. R is equal to 5 എന്ന് പറയുമ്പോൾ എംപ്റ്റി അല്ലെ. അപ്പോ അവിടെ എന്തില്ല? അവിടെ റിലേഷൻ ഇല്ല. അതിനകത്ത് ഒരു എലമെന്റ്സ് തമ്മിൽ റിലേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്ത് റിലേഷൻ ആണ്? ഇറ്റ് ഈസ് ആൻ എംപ്റ്റി റിലേഷൻ. അടുത്ത രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അതായത് a relation R in a set capital A is called universal relation if each element of A is related to every element of A. അതായത് എയിൽ നിന്ന് എയിലേക്ക്, എ എന്ന സെറ്റിൽ നിന്ന് എ എന്ന സെറ്റിലേക്ക് തന്നെയാണ് നമ്മൾ ഈ റിലേഷൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എ ക്രോസ് ബിയിലെ എല്ലാ എലമെന്റും എവിടെ വരുന്നു? നമ്മുടെ റിലേഷനിൽ വരുന്നിരിക്കട്ടെ. അതായത് R is equal to A cross A. നമ്മൾ A cross A എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ എലമെന്റും എവിടെ വരുന്നു? നമ്മുടെ റിലേഷനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. എംപ്റ്റി റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ ഓപ്പോസിറ്റ് ആണ്. അതായത് A cross A എടുക്കുമ്പോൾ അതിനകത്ത് ആരും തമ്മിൽ റിലേഷൻ ഇല്ലെങ്കിൽ അത് എംപ്റ്റി റിലേഷൻ. ഇനി A cross A എടുക്കുമ്പോൾ ആ A cross A മൊത്തം അതിലുള്ള എല്ലാ എലമെന്റും ഇവിടെ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ റിലേഷൻ. എല്ലാം ഉള്ളത് യൂണിവേഴ്സൽ, ഒന്നുമില്ലാത്തത് എംപ്റ്റി. അതാണ് രണ്ട് റിലേഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇക്വാലൻസ് റിലേഷൻ. അപ്പോൾ ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, അതുപോലെ സിമെട്രിക് ആയിരിക്കണം, അതുപോലെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ നമ്മൾ അറിയണം എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ്. ഓക്കെ, അതായത് A, A ordered pair A, A element of R for all A element of A. അതായത് A എന്ന സെറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ എലമെന്റും, ഇപ്പോ 1 2 3 എന്ന് പറയുന്ന 3 എലമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ അടങ്ങിയിരിക്കുന്ന എല്ലാ എലമെന്റ്സും A, A എന്ന് പറയുന്ന റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് 1 ആണെങ്കിൽ 1 1 A A. ഇപ്പൊ 1 ഉണ്ടെങ്കിൽ 1 1 എന്നിവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന റിലേഷനകത്ത് 1 1 ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ എലമെന്റ് 2 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 2 2 എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. അതിനകത്ത് 3 ഉണ്ടെങ്കിൽ ആ റിലേഷനകത്ത് ആരും ഉണ്ടായിരിക്കണം? 3 3 അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ 1 2 3 എന്ന 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 1 1 ആറിലുണ്ടാവണം, 2 2 ആറിലുണ്ടാവണം, 3 3 ആറിലുണ്ടാവണം. വേറെ എലമെന്റ് ഇല്ലല്ലോ. അങ്ങനെ എല്ലാ എയും ആറിലുണ്ടെങ്കിൽ ആ റിലേഷൻ നമുക്ക് വിളിക്കാവുന്ന പേര് that relation is reflexive.
ഓക്കെ. ഇനി രണ്ടാമത്തെ റിലേഷൻ സിമെട്രിക് ആണ്. സിമെട്രിക് അതായത് ഇപ്പോ ഇതിനകത്ത് 1 എന്നപ്പോ ഒരു എ ബി എന്ന റിലേഷൻ ഉണ്ട്. എ ബി എന്ന എലമെന്റ് ആർ എന്ന റിലേഷനിൽ ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ എന്ന എലമെന്റും എവിടെ ഉണ്ടാവണം? നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവണം. അതായത് എ ബി എന്നത് എലമെന്റ് റിലേഷൻ ആറിലുണ്ടെങ്കിൽ തിരിച്ച് ബി എ എന്ന എലമെന്റും റിലേഷൻ ആറിൽ ഉണ്ടാവണം. അതായത് ഇതിനകത്ത് വെച്ച് തന്നെ പറഞ്ഞുതരാം. 1 2 3 1 2 എന്ന എലമെന്റ് നമ്മുടെ റിലേഷനകത്തുണ്ടെങ്കിൽ ആരും ഉണ്ടാവണം? തിരിച്ചുള്ള 2 1 എന്നതും എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. അതുപോലെ വേറെ എലമെന്റ് 2 3 എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും തിരിച്ചുള്ള 3 2 അതിനകത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ എ ബി എന്ന എലമെന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ബി എ എന്ന എലമെന്റും അതിലുണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് വിളിക്കാം ദാറ്റ് റിലേഷൻ ഈസ് സിമെട്രിക്. ഓക്കെ. ഇനി മൂന്നാമത്തെ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസിറ്റീവ്. അതായത് എ കോമ ബി എന്ന എലമെന്റ് ആറിലുണ്ട്, റിലേഷനിലുണ്ട്. ഇനി ബിയിലാണ് അവസാനിച്ചത്, അതേ ബി തുടങ്ങുന്നു. ബി കോമ സി എന്ന റിലേഷൻ ആറിലുണ്ടെങ്കിൽ എ കോമ ബി, ആ ബി തുടങ്ങി ബി കോമ സിയും ആറിലുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വന്നത് ബി അല്ലേ? ആ ബി അങ്ങ് ഒഴിവാക്കൂ. ബാക്കി ഇവിടെ എ ഉണ്ട്, ഇവിടെ ആരുണ്ട്? സി ഉണ്ട്. എ സി എന്ന എലമെന്റ് ഇവിടെ ഉണ്ടാവണം, റിലേഷനകത്ത് ഉണ്ടാവണം. ഓക്കെ. എ ബി എന്ന എലമെന്റ് റിലേഷനിലുണ്ട്, ബി സി എന്ന എലമെന്റും റിലേഷനിലുണ്ടെങ്കിൽ എ സി എന്ന എലമെന്റ് റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ, ട്രാൻസിറ്റീവിന്റെ എക്സാമ്പിൾ ഇപ്പോൾ 1 2 എന്ന എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്. അതുപോലെ 2 ൽ തുടങ്ങുന്ന 2 3 എന്നൊരു എലമെന്റ് നമ്മുടെ റിലേഷനിലുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 2 അല്ലേ? 2 അങ്ങ് ഒഴിവാക്കിയാൽ 1 ഉം 3 ഉം. എങ്കിൽ 1 3 എന്ന് പറയുന്ന എലമെന്റ് എവിടെ വേണം? നമ്മുടെ റിലേഷനകത്ത് വേണം. ഓക്കെ. 1 2 2 3 കോമൺ ആയിട്ട് വരുന്നത് 2 ആണ്, അതിനെ ഒഴിവാക്കുക. ബാക്കി 1 3 എലമെന്റ് ഓഫ് ആർ. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം ആ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഓക്കെ. ഇനി എന്താണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു? എ റിലേഷൻ ഈസ് സെഡ് ടു ബി ആൻ ഇക്വാലന്റ് റിലേഷൻ ഇഫ് ദാറ്റ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. നോട്ട് എഴുതുമ്പോൾ അതോടെ എഴുതണം. എ റിലേഷൻ ഈസ് സെഡ് ടു ബി ആൻ ഇക്വാലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ വെദർ ദ റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ എ എന്ന റിലേഷൻ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14. അപ്പോൾ 1 2 3 4 5 6 7 അങ്ങനെ 14 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഈ പറയുന്ന സെറ്റിൽ എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ആൾ xy such that 3x - y is equal to 0. അതായത് x എന്ന എലമെന്റ് അതിനോട് 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് y എന്ന എലമെന്റ്, അപ്പോൾ കിട്ടണം ആൻസർ 0. അങ്ങനെയുള്ള റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിലേഷൻ എഴുതാം. r is equal to set. അപ്പോൾ ആദ്യം ഇവിടെ 1 കൊടുക്കാം. x ന് 1 കൊടുത്തു നോക്കാം. ഇവിടെ 1 ഉണ്ടല്ലോ. x ന് 1 കൊടുത്താൽ 3 × 1 3. 3 മൈനസ് എത്ര കൊടുത്താലാണ് 0 കിട്ടുന്നത്? 3 അല്ലേ? അപ്പോൾ y ക്ക് ഇവിടെ കൊടുക്കണം 3 കൊടുക്കണം. 1 3 കൊടുത്തു നോക്കി. x ന് 1 3 × 1 3 മൈനസ് y ക്ക് 3 3 മൈനസ് 3 0 അല്ലേ? അപ്പോൾ 1 3 എന്ന് പറയുന്നത് ഇതിലെ ഈ പറയുന്ന റിലേഷനിലെ എലമെന്റ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ എലമെന്റ് ഇവിടെ ആരാ? 2 ആണ്. അപ്പോൾ x ന് എനിക്ക് എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. കൊടുത്തു നോക്കി. 3 × 2 6 മൈനസ് ഇവിടെ എന്ത് വന്നാൽ 0 ആവും? 6 മൈനസ് 6 ആണ് എന്ത്? 0. അപ്പോൾ y ക്ക് എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. അപ്പോൾ x ന് 2 y ക്ക് 6. അപ്പോൾ 3 × 2 6 മൈനസ് 6 0. അപ്പോൾ 1 കൊടുത്തു 2 കൊടുത്തു. ഇനി അടുത്ത എലമെന്റ് ആരാ? 3 കൊടുത്തു നോക്കി. 3 × 3 ആരാണ്? 9 മൈനസ് എത്ര എഴുതിയാൽ അത് 0 ആവും? 9 അല്ലേ? അപ്പോൾ 3, 9 ഈ രണ്ടാമത്തെ എലമെന്റും ഇതിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അടുത്തത് ഞാൻ അടുത്ത എലമെന്റ് 4 എടുത്തു. 4 3 × 4 12 മൈനസ് എത്ര ചെയ്താൽ 0 ആവും?
12 മൈനസ് 12. അപ്പൊ വൈക്ക് എന്ത് കൊടുക്കാം? 12 എന്ന് കൊടുക്കാം. അപ്പൊ 4, 12 അല്ലെ? 3 into 4 12 minus 12 is equal to 0. അടുത്ത ഇനി 5 കൊടുത്തേ. 5 3 into 5 15. 15 minus 15 ആണ് 0. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സെറ്റിനകത്ത് 14 വരെയല്ലേ ഉള്ളൂ. 15 നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിൽ 15 എന്ന വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഒരു എലമെന്റ് ഇതിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ റിലേഷൻ അത്രേ ഉള്ളൂ. r is equal to 13263942. നമ്മുടെ റിലേഷൻ റെഡിയായി. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ പറയുന്ന റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്? a, a എലമെന്റ് ഓഫ് r for all a element of a. ഓരോ aക്കും a എന്ന റിലേഷൻ ഉണ്ടാവണം. അപ്പൊ ആദ്യത്തെ എലമെന്റ് ഇപ്പൊ 1 1 എന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? 1 1 ഇതിലുണ്ടോ? ഉണ്ടോ? ഈ റിലേഷനകത്ത് 1 1 ഉണ്ടോ? ഇല്ല. 1 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് r. 2 2 ഉണ്ടോ? ഇല്ല. 3 3 ഉണ്ടോ? ഇല്ല. അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. 1 1 എന്ന എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് അതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഇവിടെ എഴുതാം therefore r is not reflexive. ഇനി രണ്ടാമത് നോക്കാം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് കണ്ടീഷൻ നമുക്കറിയാം. a, b ആറിലുണ്ട് എങ്കിൽ ആരും ഉണ്ടാവണം തിരിച്ചുള്ള b, a. b aയും എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ചെക്ക് ചെയ്യാം. 1 3 എന്ന എലമെന്റ് ഉണ്ട് എങ്കിൽ തിരിച്ചുണ്ടോ? 3 1 ഉണ്ടോ? ഇല്ല. ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് എല്ലാം എഴുതാം. 2 6 ഉണ്ട്. 6 2 ഉണ്ടോ? ഇല്ല. ഇതിന് ഒരു കണ്ടീഷൻ നമ്മൾ എഴുതിയാൽ 1 3 എലമെന്റ് ഓഫ് r ഉണ്ട്. പക്ഷേ ആരില്ല? 3 1 ഇതിലുണ്ടോ? ഇല്ല. 3 1 എലമെന്റ് ഓഫ് r എന്ന കണ്ടീഷൻ വന്നില്ല. 1 3 എലമെന്റ് ഓഫ് r does not imply ഇവിടെ 3 1 എലമെന്റ് ഓഫ് r ഇല്ല. അപ്പോ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന റിലേഷൻ സിമെട്രിക് അല്ല. therefore r is not symmetric. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ് നോക്കാം. ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് കണ്ടീഷൻ നമുക്കറിയാം. എ ബി ആറിലുണ്ട്, അതുപോലെ ബി സി ആറിലുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ബി മാറ്റിയിട്ട് കോമൺ മാറ്റിയിട്ട് ആര്? എ സി ആറിൽ ഉണ്ടാവണം. ഞാൻ ആദ്യത്തെ എലമെന്റ് എഴുതി. 1 3 ആറിലുണ്ട്. ഇനി 3 അവസാനിച്ചത്. അതേ 3 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഉണ്ട്. 3 9 എലമെന്റ് ഓഫ് r. ഓക്കെ. 1 3 a b എലമെന്റ് ഓഫ് r. അതേ b യിൽ കണ്ടോ? b c എലമെന്റ് ഓഫ് r. എങ്കിൽ കോമൺ ആയിട്ടുള്ളത് 3 ആണ്. 3 അങ്ങ് മാറ്റിയിട്ട് ബാക്കി 1 9 നോക്കി. 1 9 ഇതിലുണ്ടോ? ഇല്ല. 1 9 നോട്ട് എലമെന്റ് ഓഫ് r. അപ്പോ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്, പക്ഷേ എ സി ആറിൽ ഇല്ല. സോ ദിസ് റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, അതുപോലെ ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതെന്താണെന്ന്, ഇക്വാലൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇക്വാലൻസ് ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവും ആകണം, സിമെട്രിക്കും ആവണം, അതുപോലെ ട്രാൻസിറ്റീവും ആകണം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എ എന്ന സെറ്റ് പറയുന്നത് എങ്ങനെയാണ്? എ സെറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ലിവിംഗ് ഇൻ എ ടൗൺ. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് ലിവിംഗ് ഇൻ എ ടൗൺ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ പറയുന്നത് r is equal to set of all xy such that x and y works in same place. അതായത് x ഉം y ഉം എന്ത് ചെയ്യുന്നു? ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് അത് നോക്കാം. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ആദ്യം നമുക്കറിയാം റിഫ്ലെക്സീവ് ആണെങ്കിൽ a എലമെന്റ് ഓഫ് r ആയിരിക്കണം. ആദ്യം x, x എന്നെടുത്തു. x, y എന്ന് പറഞ്ഞാൽ എന്താണ്? x and y works in same place. ഇതിനകത്ത് വരുന്ന x ഉം y ഉം എന്ത് ചെയ്യുന്നു? ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ x, x എന്ന് എഴുതിയാൽ എന്തായിരിക്കും മീനിങ്? x എന്ന ആളും
എക്സ് എന്ന ആളും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. അത് കറക്റ്റ് അല്ലേ? ഇപ്പൊ അഭിനവ് എന്ന ആളും ഒരേ പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. അപ്പോ എക്സ് കോമ എക്സ് എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ആറിലെ എലമെന്റ് ആയിരിക്കും അല്ലെ? എക്സ് കോമ എക്സ്, എക്സ് ആൻഡ് എക്സ് വർക്ക്സ് ഇൻ സെയിം പ്ലേസ്. അപ്പോ നമുക്ക് പറയാം ആർ ഈസ് എന്താണ്? റിഫ്ലെക്സീവ് അല്ലെ? അതുപോലെ ഇപ്പൊ വൈ ആണെങ്കിൽ വൈ കോമ വൈ ഒരേ പ്ലേസിലായിരിക്കും വർക്ക് ചെയ്യുക അല്ലെ? ഇനി രണ്ടാമത്തത് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതി. എന്താണ് മീനിങ്? എക്സ് എന്ന പേഴ്സണും വൈ എന്ന പേഴ്സണും എന്ത് ചെയ്യുന്നു? ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് അല്ലെ? എങ്കിൽ ഞാൻ തിരിച്ചെഴുതിയാൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? വൈ കോമ എക്സ് എലമെന്റ് ഓഫ് ആർ. വൈ എന്ന ആളും എക്സ് എന്ന ആളും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. മിസ്റ്റേക്ക് ഇല്ല. എക്സും വൈയും ഒരു പ്ലേസിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ തിരിച്ച് വൈയും എക്സും എന്ത് തന്നെയാണ്? ഒരേ പ്ലേസിലല്ലേ വർക്ക് ചെയ്യുക. അപ്പോ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് വൈ എക്സ് എലമെന്റ് ഓഫ് ആർ. അപ്പോ ആദ്യത്തെ റിഫ്ലെക്സീവായി ഇതെന്തായി? ആർ ഈസ് എന്താണ്? ആർ ഈസ് സിമെട്രിക്. ഓക്കെ. ഇനി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ആർ എന്നെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന പേഴ്സണും വൈ എന്ന പേഴ്സണും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ നിർത്തിയെടുത്ത് തുടങ്ങാൻ പോകുന്നു. വൈ കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ എന്ന പേഴ്സണും ഇസഡ് എന്ന പേഴ്സണും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു നോക്ക്. എക്സ് എന്ന ആളും വൈ എന്നയാളും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇനി അതേ വൈ എന്ന ആളും ഇസഡ് എന്ന ആളും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാമല്ലോ. എക്സ് എന്നയാളും വൈ എന്നയാളും ഇസഡ് എന്നയാളും ഒരേ പ്ലേസിൽ വർക്ക് ചെയ്താലല്ലേ പറ്റൂ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? അവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം? കോമൺ ആയിട്ടുള്ളത് മാറ്റിയിട്ട് ആരെഴുതാം? എക്സ് കോമ ഇസഡ് എലമെന്റ് ഓഫ് ആർ എന്ന് എഴുതിക്കൂടെ? എക്സും വൈയും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതേ വൈയും ഇസഡും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ എക്സും ഇസഡും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ശരിയല്ലേ? അപ്പോ ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എഴുതും ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഇങ്ങനെ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ഇത് എഴുതിയിട്ട് ദ റിലേഷൻ ആർ ഈസ് സിമെട്രിക് എഴുതും. ഈ കണ്ടീഷൻ എഴുതിയിട്ട് ആർ ഈസ് ട്രാൻസിറ്റീവ്. നമുക്കറിയാം ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അങ്ങനെ മൂന്നുമാണെങ്കിൽ ഈ റിലേഷൻ നമ്മൾ ഒരു പേര് വിളിക്കുമല്ലോ. എന്താണ്? ഇക്വാലൻസ് റിലേഷൻ. സോ ദ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു set of all xy such that x and y works in same place is an equivalence relation. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതുപോലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സസൈസിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ പാഠത്തിന്റെ ബാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ആ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ വർഷത്തെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലെ ഐഡിയാസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും.